ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം പേഴി നമ്മുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ദിശാബോധം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ നഷ്ടങ്ങളെല്ലാം നന്മകളായി പരിണമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പല ആളുകൾ പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അവർ വീടുകളിലിരുന്ന്, അവരുടെ ജോലി സ്ഥാപനങ്ങളിലിരുന്ന്, അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ സമയക്രമം അനുസരിച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. ചില ആൾക്കാർ ഒരു 5 ആഴ്ചയും 7 ആഴ്ചയും നിയോഗം എന്നതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ആളുകൾ എഴുതിയിട്ട നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ദിശാബോധം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലും കടന്നു എല്ലാ യുവതിയുവാക്കന്മാരെ സമർപ്പിച്ച് അവർ പഠിക്കുന്ന കോഴ്സുകൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേഖലകൾ, അവർ പോകുവാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെല്ലാം സമർപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നല്ലൊരു ദിശാബോധം തന്ന് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ, നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഇന്നലകളെ എൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ വിസ്മയിച്ചിട്ട് മുന്നിലുള്ള ലക്ഷ്യമാക്കി പോകുന്നു. മുന്നിലുള്ള ലക്ഷ്യമാക്കി പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം ദൈവം ഒരു ക്രമീകരിക്കാൻ തുടങ്ങും. ദൈവികമായ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. സ്നേഹം നിറഞ്ഞവരെ, ഈ വചനം നമ്മളെല്ലാവരും ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. നമ്മളെ ഉപദ്രവിക്കുവാൻ മറ്റുള്ളവർ സൃഷ്ടിച്ച ഒരായുധവും ഫലപ്രദമാകില്ലെന്ന് വചനം നമ്മളോട് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരായുധവും അത് ഫലപ്രദമാവുകയില്ല. നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്നവരുടെ നാവുകളെ നീ ഖണ്ഡിക്കും. നമുക്കെതിരെ വിധി പ്രസ്താവിച്ച കുറേ ആളുകളുണ്ട്. നമ്മൾ പഠിക്കുവാൻ പോയ ഒരു മേഖലയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു, ഇപ്പോൾ ആരും പോകാറൊന്നുമില്ല, ആ മേഖലയ്ക്ക് ആരും പോകാറൊന്നുമില്ല, പോയിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ പഠന മേഖലയെക്കുറിച്ച്, ജോലി മേഖലയെക്കുറിച്ച്, നമ്മൾ പോകാൻ പോകുന്ന വിദേശ യാത്രകളെക്കുറിച്ച് പല ആളുകളും പല പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് അവർ പറഞ്ഞു. പക്ഷേ വചനം പറയാണ്, ആ വിധി പ്രസ്ഥാനങ്ങൾ നാവുകളെല്ലാം നിങ്ങൾ ഖണ്ഡിക്കും, നിങ്ങൾ അതിന്മേൽ വിജയം വരിക്കുമെന്ന് വചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ, നമ്മൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ എഴുതാൻ പോകുന്ന പരീക്ഷകളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ നേഴ്സിംഗ് സ്റ്റുഡൻസും മറ്റു കുട്ടികളുമൊക്കെ പരീക്ഷ ചെയ്യുന്ന ഒരു സമയത്ത് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പരീക്ഷകൾ
നിങ്ങൾക്ക് വിജയം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ നല്ല ദിശാബോധം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ചില കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളൊന്നുമില്ല, റിസൾട്ട് വരട്ടെ, പഠനം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറയുന്ന ചില ആളുകളുടെ ജീവിതത്തിലേക്ക് ദൈവം നല്ല ദിശാബോധം തന്ന് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും, നല്ല ദിശാബോധം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരുന്നു, പിന്നെ ജോലി നിർത്തി, ഇപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുകയാണ്, പുതിയ ജോലികൾക്കൊന്ന് പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് പുതിയ ദിശാബോധം തന്ന് പുതിയ ജീവിത മാർഗനിർദ്ദേശങ്ങൾ തന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിശാബോധം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന ആൾക്കാർക്ക്, നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ, അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു, അന്ന് എനിക്ക് ഇങ്ങനെ ജീവിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ നഷ്ടങ്ങളെല്ലാം ദൈവം നേട്ടങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നിങ്ങൾ എടുത്തിരിക്കുന്ന ലോണുകളെ സമർപ്പിച്ച് ചില ലോണുകൾ കൊണ്ട് അവർക്ക് നഷ്ടമായി പോകുന്ന ഭവനങ്ങളുണ്ട്, ഭവനം ജപ്തിയുടെ വക്കിലെത്തിയ ആൾക്കാരുണ്ട്, ചില ജോലി സ്ഥാപനങ്ങൾ, അവർ തുടങ്ങിയ പുതിയ സംരംഭങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളെ സംരക്ഷിക്കട്ടെ, നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ പാസ്പോർട്ടുകൾ, നിങ്ങളുടെ ചില സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ വീടിൻ്റെ ആധാരങ്ങളെല്ലാം ചില മറ്റുള്ള ആളുകൾ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. അതെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആർത്ത് വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങൾ, വസ്തുക്കൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാർ അവരുടെ വാഹനങ്ങളെ കീകൾ നഷ്ടപ്പെട്ടു, വീടുകളുടെ കീകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മറ്റുമായി ബന്ധപ്പെടുന്ന ചില പണയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു, അതവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിലൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, മാതാപിതാക്കന്മാരുടെ, മക്കളുടെ വിയോഗങ്ങൾ കൊണ്ട്, അവരുടെ നഷ്ടങ്ങൾ കൊണ്ട് വേദനിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നഷ്ടങ്ങളിൽ ദൈവത്തിനൊരു കൃപയുണ്ടാകട്ടെ, നിങ്ങളുടെ നഷ്ടങ്ങളിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചകളിൽ എല്ലാവിധ പരീക്ഷകളിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകുവാൻ വേണ്ടി, ഇസ്രായേലിൽ പോകുവാൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളിൽ പോകുവാൻ വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ഭാഷകൾ പഠിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ഭാഷകൾ പഠിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവും എല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ചില ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. ചില സ്ഥാനങ്ങളെ ഓർത്ത്, ചില ജോലി സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളൊക്കെ അവർ നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങളെ കുറിച്ച് വേദനിക്കുന്നുണ്ട്. ആ സ്ഥാനം എനിക്കുള്ളതായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് തന്നില്ലോ എന്ന് വേദന അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ഒരു നന്മയായിട്ട് ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദിശാബോധം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് നല്ല പഠന മേഖല തിരിച്ചറിയുവാനും എന്നെ സഹായിക്കണമേ. ഞാൻ കടന്നു പോകുന്ന നഷ്ടങ്ങളിൽ ദൈവത്തിനൊരു ഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പോൾ നമുക്ക് നിശബ്ദമായി നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മളായിരിക്കുന്ന സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴി എനിക്ക് നേടിത്തരണമേ. ഈ നിയോഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ തന്ന് എൻ്റെ ജീവിതത്തെ സഹായിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് എന്നെ സഹായിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു സായങ്കാലവും രാത്രിയും നേരുകയാണ്. ഈ രാത്രി യാമങ്ങളിൽ ദൈവം നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നിങ്ങളെ കണ്ണുകളെ കണ്ണുനീരിന്നും
കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിന് ദൈവം സംരക്ഷിക്കട്ടെ. നാളെ നല്ലൊരു പ്രഭാതം തന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ആമേൻ.